രാവിലെ ഇപ്പം സമയം 7:45. കുളിയെല്ലാം കഴിഞ്ഞ് ഇനി പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ട് വേണം അമ്പലത്തിൽ പോവാൻ. അപ്പോൾ ഇതാണ് എൻ്റെ പൂജാമുറി. ഇല്ല, അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്നു. ഓക്കെ, എണ്ണയാണ് ഇത്. എണ്ണ അവർ തരും. തിരിച്ചെത്തി. ഇതാ പ്രസാദം. ഇന്ന് പാൽപ്പായസം ഉണ്ട്, അരിപ്പായസം, പിന്നെ ഇത് ഗണപതി അമ്മ വെച്ച അടിപൊളി. അപ്പം അങ്ങനെ ചിക്കൻ ഇനി നമുക്ക് ബിരിയാണിയാണ്. ഇത് ഞാൻ ചിക്കനെല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഉപ്പ്, എന്നിട്ട് ചിക്കൻ ഇടുക. ഇത് നല്ലോണം പെരട്ടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ മസാലയെല്ലാം പെരട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. കറണ്ടില്ലാത്തത് കാരണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും അല്ല ഇതിലാണ് ഇടിച്ചെടുക്കുന്നത്, കറണ്ടില്ല. അപ്പം ചിക്കനിലേക്കുള്ള മസാലയ്ക്ക് വേണ്ട ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി. അപ്പം നമുക്ക് ഒരു ചിക്കനായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ മസാല ആക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളകെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. ആദ്യം ഉള്ളി, ഉള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം അടുത്ത തക്കാളി, ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർക്കാം. ചേർത്തിന് ഇനി അടുത്തത് തക്കാളി. അങ്ങനെ ഒരു ട്രിപ്പ് ചിക്കൻ റെഡിയായി. അടുത്തത് വറക്കാൻ വെച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് പച്ചമുളക്, ലാസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി ഇത് ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി അല്ലേ, കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും. ഒരു 5-6 സ്പൂണ് ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂണാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മല്ലിച്ചപ്പ്, മല്ലിച്ചപ്പും പുതിനച്ചപ്പും. അടുത്തത് മസാലയിൽ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചോറുണ്ടാക്കാം. ചോറിന് വേണ്ട അരിയെല്ലാം കഴുകി ഉണക്കാനിട്ടിട്ട് നമ്മൾ വെള്ളം വാരാനിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കാം. അടുത്ത പരിപാടി നമ്മൾ ചോറുണ്ടാക്കാനുള്ള, അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 പാട്ട അരി എടുക്കുക, അത് 2.5 പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ പട്ടയും ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. ഇതിലേക്ക് ഒരു നാരങ്ങ എൻ്റെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് നെയ്യ്, 6 kg, പിന്നെ കുറച്ച് കറിവേപ്പില. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂടി വെക്കുക. നമുക്ക് പെട്ടെന്നായി ഒരു ഉള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാനിതിന് വലിയുള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് വിനാഗിരി. നമ്മളെ ഉള്ളി അച്ചാർ റെഡിയായി. അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി അച്ചാർ റെഡി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നല്ല ടേസ്റ്റി അച്ചാർ. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും അതും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലെ
കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില. അപ്പോൾ ഇത് പനിനീരിൽ കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ഇത് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മളെ ചോറ് റെഡിയായി. ഇനി നമുക്ക് ചോറും റെഡിയായി, അച്ചാറ് റെഡിയായി, പിന്നെ ഒരു തൈരും. അപ്പോൾ ചിക്കനും. അപ്പം നമ്മളെ ബിരിയാണി റെഡിയായി, അച്ചാറും തൈരും എല്ലാം. അപ്പം അങ്ങനെ കളർഫുൾ ബിരിയാണി ആയില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.